ഇന്ന് ഞാൻ വളരെ ടേസ്റ്റിയർ ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ റെസിപ്പി ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ ഞാൻ ആമസോണിൽ ഇപ്പോൾ അടുത്തൊരു തക്കാളി ജ്യൂസ് വാങ്ങിയിരുന്നു, റിയൽ എന്ന കമ്പനിയുടെ. അതിൽ വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് ആണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ജ്യൂസ് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിനായി ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമുക്കിത് ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. നമ്മൾ ഈ റെസിപ്പി വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് നമുക്കിതിൽ ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിതിൽ ആ കമ്പനി പറഞ്ഞിട്ടുള്ള ആകെ 2 ചെറിയ ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിൻ്റെ തന്നെ കാരണം. അത് മാത്രമേ നമുക്കിതിന് ഉപയോഗിക്കേണ്ടുള്ളൂ. ഇപ്പം നമ്മുടെ തക്കാളി എല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് മിക്സിയിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആദ്യമായി ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് വളരെ കുറച്ച് ഉപ്പാണ്. ഒരു 1/4 ടേബിൾ സ്പൂണിനേക്കാളും കുറച്ച് ഉപ്പ് മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് അടുത്തതായി ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. മധുരം നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചേർക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും തണുത്ത വെള്ളമാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസുമായിട്ടുണ്ട്. നമുക്കിനി ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എത്ര എളുപ്പമായല്ലേ നമുക്കിത് വീട്ടിലുണ്ടാക്കുവാൻ. ഇനി നമുക്ക് ഈ ജ്യൂസ് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഈ റെസിപ്പി തീർച്ചയായും ഇഷ്ടപ്പെടും. നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ വീട്ടിൽ വന്നാൽ അവർക്ക് മസ്റ്റായി കൊടുക്കാൻ പറ്റാവുന്ന ഒരു ബെസ്റ്റ് ജ്യൂസാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ഈ റെസിപ്പി വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ റെസിപ്പി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനലിൽ പുതിയതാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് റെസിപ്പി.